പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പ്രജിൻ, പാലക്കാട് നഗരഹൃദയത്തിലേക്ക് റോഡ് ഷോ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രവർത്തകരുടെ വൻ പങ്കാളിത്തമുണ്ട്. പ്രജിൻ, കേൾക്കാമെങ്കിൽ. നഗരവീഥിയെ, പാലക്കാട് നഗരവീഥിയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിൽ ആറാടിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോ കടന്നു വരുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ആ വാഹനത്തിലുണ്ട്. നമ്മൾ കാണുന്നത് പോലെ ഷാഫി പറമ്പിൽ MP, ഒപ്പം തന്നെ VK ശ്രീകണ്ഠൻ MP, PC വിശ്വനാഥ്, ഒപ്പം അൻവർ സാദത്ത്, N ശംസുദ്ദീൻ, ഒപ്പം സന്ദീപ് വാര്യർ, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിർത്തിയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ചരിത്രം എഴുതിയ വിധി നിർണയത്തിന് ശേഷം ആ നഗരവീഥിയിലൂടെ പാലക്കാടിന്റെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് UDFന്റെ റോഡ് ഷോ. വലിയ ആവേശത്തിൽ പ്രവർത്തകരും അണികളും ഈ റോഡ് ഷോയെ എതിരേൽക്കുന്നുണ്ട്. ഈ റോഡിന്റെ ഇരുവശവും നിന്നുകൊണ്ട് പ്രവർത്തകരെ പരമാവധി എത്തിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിൽ UDFന്റെ റോഡ് ഷോ കടന്നു വരുന്നു. ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ റോഡിന്റെ ഇരുഭാഗത്തും നിൽക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 കിലോമീറ്ററോളം പിന്നിടാൻ പോകുന്നു ഈ റോഡ് ഷോ. അപ്പോൾ കൂടുതൽ പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമാകാൻ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിന്റെ അന്തരീക്ഷം പാലക്കാട് നഗരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ UDFന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. വലിയ ആവേശം, പാലക്കാട് നഗരസഭാ പരിധിയിലടക്കം ഉണ്ടാക്കിയ വലിയ ആധിപത്യം, അത് വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ഊർജ്ജമായി മാറിയിട്ടുണ്ട് എന്ന് ഈ റോഡ് ഷോയിലെ ജനങ്ങളുടെ പങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തം കാണിക്കുന്നു. ആ രീതിയിൽ ആവേശം നെഞ്ചേറ്റിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഷാഫി പ്രജിൻ. ഇപ്പോൾ തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട്. തനേഷ്, ചരിത്ര ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുകയാണ്. തനേഷ്, പാലക്കാട് നിന്ന്. ഉന്മേഷ്, അതിന്റെ ആവേശം ഒട്ടും ചോരുന്നില്ല. ഈ അവസാനത്തെ റോഡ് ഷോയിലും പ്രവർത്തകരെയും അതുപോലെ തന്നെ വോട്ടർമാരെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ റോഡിലൂടെ കടന്നു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട്. സന്ദീപ് വാര്യരുണ്ട്. മറ്റ് ജില്ലാതലത്തിലുള്ള UDFന്റെ നേതാക്കളാകെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വലിയ ആവേശം, അടിമുടി അനിശ്ചിതത്വം നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിരുന്നു കടന്നുപോയത്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തിന് ശേഷം എടുത്ത ജോലി ഒന്നും പാഴായില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ പ്രസക്തി മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, അതായത് UDFന്റെ ചരിത്രത്തിലെ, പാലക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് സ്വന്തം പാളയത്തിൽ നിന്ന് എതിർചേരിയിലേക്ക് ചേക്കേറിയ P സരിൻ എതിർ സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യം, അവിടം തൊട്ടിങ്ങോട്ട് ഉണ്ടായ ട്വിസ്റ്റുകൾ, ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, വിവാദങ്ങൾ, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ. അതിന്റെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അവർ ആഹ്ലാദത്താൽ നൃത്തം വെക്കുന്നു, വാദ്യഘോഷങ്ങൾ, ശബ്ദമേളങ്ങൾ, അങ്ങനെ വലിയ ആവേശം ഒട്ടും ചോരാത്ത തരത്തിലുള്ള ഒരു നമുക്കിപ്പോൾ കാണാം. ആ മുൻനിരയിൽ തന്നെ N ശംസുദ്ദീൻ MLA ഉണ്ട്. ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, VK ശ്രീകണ്ഠനുണ്ട്. ഒപ്പം തന്നെ യുവനിരയിലെ ശ്രദ്ധേയ നേതാക്കളായ അൻവർ സാദത്തും PC വിശ്വനാഥുമുണ്ട്. അങ്ങനെ ഒരു യുവ നേതൃനിരയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ കാണാം പ്രവർത്തകരുടെ നൃത്തങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ആഘോഷം മുഴുവനായി ആവേശം മുഴുവൻ ഒപ്പിയെടുക്കുകയാണ് നമ്മുടെ ക്യാമറ കടകൾ. VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ നൃത്തം വെക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. കാരണം അത്രയധികം സ്ട്രെസ്, അത്രയധികം ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, അത്രയധികം വിഷമതകൾ, അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ആഹ്ലാദത്തിന് അതിൻ്റെ ആവേശം ഇരട്ടിയാകുന്നതും ഇരട്ടി മധുരമാകുന്നതും. ഒട്ടേറെ ആരോപണങ്ങൾ, കൂറുമാറ്റങ്ങൾ, അങ്ങനെ നിരന്തരമായ പലവിധ പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നേതാക്കൾ അടക്കം നൃത്തം വെച്ചുകൊണ്ടുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ റോഡിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വിക്ടോറിയ കോളേജ്, അതായത് കൗണ്ടിംഗ് കേന്ദ്രമായ വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നാണ് ഈ ഒരു തുറന്ന വാഹനത്തിലുള്ള ഈ ഒരു പ്രകടനം ആരംഭിച്ചത്. കോട്ടമൈതാനം ഭാഗത്തേക്കാണ് പോകുന്നത്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയിൽ റോഡിന് ഇരുവശത്തും അണികളും അതുപോലെ തന്നെ വോട്ടർമാരുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം ചെയ്യാൻ എത്തുന്നുണ്ട്. ആ നിലയിൽ വലിയ ആവേശകരമായ വർണ്ണശബളമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത
പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ്. കാരണം ഷാഫി പറമ്പിലിന് പോലും കഴിയാത്ത ഭൂരിപക്ഷം രാഹുൽ മാങ്കുട്ടം നേടി, അതും ഷാഫി പറമ്പിലിന്റെ മേൽനോട്ടത്തിൽ എന്നുള്ളിടത്താണ് അതിന്റെ ഒരു മധുരം. അത്തരത്തിൽ പ്രവർത്തകർ നമ്മുടെ മൈക്ക് വാങ്ങി SKN ഞങ്ങൾ ജയിച്ചു എന്ന് പറയുകയാണ്. ആ നിലയിൽ ആവേശം ഒട്ടും ചോരാത്ത രീതിയിലുള്ള പ്രതികരണം. നമുക്ക് വാഹനത്തിന് മുകളിൽ കയറി നൃത്തം വെക്കുന്ന ഒരു പ്രാദേശിക നേതാവിനെ കാണാം. ഉന്മേഷ്, ഈ പ്രവർത്തകരുടെ ആവേശത്തിലേക്ക് കൂടി നമുക്ക് പോവാം. എങ്ങനെയുണ്ട് ആവേശം? ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ രാവിലെ മുതൽ കണ്ടോണ്ടിരിക്കും. ആദ്യമേ പറഞ്ഞതാണ്, കൃത്യമായ ഭൂരിപക്ഷം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പടനായകൻ 20,000 വോട്ടിന് മുകളിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി കാലുമാറികളെയും അവസരവാദികളെയും ഈ ഒരു പ്രസ്ഥാനം ഒരു കാലത്തും വെച്ചു ഓർപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പും അതിൽ കിട്ടിയ UDF വിജയവും. വലിയ അടുത്ത ഭരണത്തിനുള്ള മുൻകോടിയാണ് ഈ ഇലക്ഷൻ. ഈ വിജയം അടുത്ത ഭരണത്തിനുള്ള മുൻകോടിയാണ് ഇലക്ഷൻ. അതാണ് പറയാനുള്ളത്. ഉന്മേഷ്, വളരെ ആവേശകരമായ രീതിയിലാണ് പ്രവർത്തകർ പ്രതികരിക്കുന്നത്. അടുത്ത ഭരണത്തിന് മുന്നോടിയായുള്ള ഒരു തുടക്കമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രകടനം ഏതാണ്ട് മോയൻസ് സ്കൂളിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. 500 മീറ്ററോളം കടന്നിട്ടുണ്ട്. വളരെ പതുക്കെയാണ് ഈ പ്രകടനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിക്ക് വെച്ച് നമ്മുടെ പ്രജിനെ കണ്ടുമുട്ടി. പ്രജിനെ എങ്ങനെയുണ്ട് ഈ ഒരു ആവേശം? വലിയ ആവേശം. അതായത് ഏതാണ്ട് ഒരു കിലോമീറ്റർ പിന്നിടുകയാണ് ഇപ്പോൾ UDFന്റെ റോഡ് ഷോ. അപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഈ റോഡിന്റെ ഇരുവശവും തടിച്ചു കൊടുത്തു. അങ്ങനെ വലിയ ആവേശം. അതായത് സമഗ്രാധിപത്യം എന്ന് പറയാം. നഗരവീഥികളിൽ നഗരമേഖലയിൽ കോൺഗ്രസിനും UDF ഉണ്ടാക്കിയ സമഗ്രാധിപത്യം അത് യഥാർത്ഥത്തിൽ ആഘോഷമാക്കുന്നുണ്ട്. UDF പ്രവർത്തകർ നോക്കുക, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതൊരു രാഷ്ട്രീയ ചിത്രമാണ്, അതൊരു പൊളിറ്റിക്കൽ പിക്ചറാണെന്ന് പറയാം. ഇനി കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന കരുത്തിന്റെ പ്രതീകമായിട്ടൊരു പക്ഷേ അതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിനൊപ്പം ഷാഫി പറമ്പിൽ, അൻവർ സാദത്ത്, VK ശ്രീകണ്ഠൻ, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, സന്ദീപ് വാര്യർ പുതുതായി കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ, അങ്ങനെ എല്ലാം ചേർന്നുകൊണ്ട് UDFന്റെ ശരിക്കും സന്ദീപ് വാര്യർ ഒരു വിജയം കൂടിയാണ്. ഒരുപക്ഷെ ഇവിടെ കോൺഗ്രസിന് അടിപതറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സന്ദീപ് വാര്യർ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ അപ്രത്യക്ഷമായി പോയി. തീർച്ചയായിട്ടും. പക്ഷേ അത് സംഭവിച്ചില്ല. അതിന്റെ ആശ്വാസം ആ കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. നമുക്കിത് കാണാം.